പ്രിയ ബന്ധുക്കളെ, നമുക്ക് നമ്മുടെ നാട്ടുകാരനായ കുഞ്ചൻ നമ്പ്യാർ, അതായത് തുള്ളൽ കളിയിലൂടെ കഥകളിലൂടെ പ്രസിദ്ധനായ ഒരാളല്ലേ. നമുക്ക് അദ്ദേഹത്തിന്റെ കാര്യം ഒന്ന് നോക്കാം കുറച്ച്. ഇദ്ദേഹം കഥ എങ്ങനെ തുടങ്ങുന്നതെന്ന് വെച്ചാല്, പന്നേരി ദേശക്കാരനും കേവലം നിസ്വനമായ നമ്പൂരി തന്റെ പെൺകിടാങ്ങളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന വൃത്തിയില്ല അദ്ദേഹത്തിന്. വന്നേരി എന്നുള്ള സ്ഥലത്തായിരുന്നു കല്യാണം കഴിച്ചു കൊടുക്കാൻ. പിന്നെ കുറെ കുട്ടികളുണ്ടാവും. പണ്ട് കുട്ടികളുണ്ടാവുന്നതിന് ഇതൊന്നും കളിക്കില്ല. ഇന്നത്തെ മാതിരി നാം ഒന്ന് നമുക്കൊന്ന്, പിന്നെ നാം ഒന്ന് നമുക്കൊന്നും വേണ്ട, ഇങ്ങനെയൊന്നും പണ്ട് കാലത്തില്ല. എത്രയാണ് ഭഗവാൻ കൊടുക്കുന്ന വെച്ചാൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാന്ന് മുസ്ലിം സമുദായത്തിൽ അവർ പറയും. അല്ലാതിരുന്നതെല്ലാം രണ്ട് കൈ നീട്ടി വാങ്ങുന്നത് മാതിരിയാണ് പണ്ട് കാലത്ത്. അതുപോലെ ഈ പെൺകുട്ടികൾ കുറെ ഉണ്ടാവും. അവരെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നിവർത്തിയില്ല. ആരെങ്കിലും കണ്ടിട്ട് യാചിച്ച് കുറച്ച് പണം സമ്പാദിക്കണം എന്ന് നിശ്ചയിച്ച് പാവം ഇരന്നിട്ട് കല്യാണം കഴിപ്പിക്കാൻ സ്വദേശത്ത് നിന്ന് പുറപ്പെട്ടു. അദ്ദേഹം കോഴിക്കോട്, കൊച്ചി, അമ്പലപ്പുഴ, തിരുവിതാംകൂർ മുതലായ രാജ്യങ്ങൾ സഞ്ചരിച്ച് രാജാക്കന്മാർ, അതുപോലെ പ്രഭുക്കന്മാർ മുതലായവരെ കണ്ട് സങ്കടം പറഞ്ഞ് അവരിൽ നിന്ന് കിട്ടിയ ഏതാനും പണവും കൊണ്ടൊരിക്കൽ ഒരു ദിവസം നട്ടുച്ച സമയമായ സമയത്ത് കിള്ളിക്കുറിശി മംഗലത്ത് ചെന്ന് ചേർന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ വഴി നടന്നും അതുപോലെ വെയിൽ കൊണ്ടും വളരെ വളരെ ക്ഷീണിച്ചാണ് അവിടെ എത്തി. ഇന്നത്തെ മാതിരി കാറും വണ്ടി ഓട്ടോറിക്ഷയൊന്നും ഇല്ലല്ലോ. ക്ഷേത്രത്തിന് പുറത്ത് ചെന്ന് നിന്നുകൊണ്ട് ഇവിടെ ഉച്ചപ്പൂജയും മറ്റും കഴിഞ്ഞു എന്ന് വിളിച്ചു ചോദിച്ചു. അത് കേട്ട് ശാന്തിക്കാരൻ നമ്പൂരി പുറത്തു വന്നു. ഉച്ചപ്പൂജ കഴിഞ്ഞെങ്കിൽ വേഗത്തിൽ കുളിച്ചു വന്നാൽ ഊണ് കഴിക്കാം എന്ന് പറഞ്ഞു. ഉടനെ നമ്പൂരി കുളക്കടവിൽ ചെന്ന് അരയിൽ കെട്ടിയിരുന്ന മടിശീലഴിച്ച് കടവിൽ വെച്ചിട്ട് ഇറങ്ങി. ക്ഷണത്തിൽ കുളിയും ജപവും എല്ലാം കഴിഞ്ഞു. നോക്കിയ സമയത്ത് മടിശീല കണ്ടുവോ, അത് കാണാതായിപ്പോയി. അപ്പോൾ നമ്പൂരിക്കുണ്ടായ വ്യസനം എത്രമാത്രമെന്ന് പറയാൻ പ്രയാസം. ആ പണം കൊണ്ട് 2-3 പെൺകോട എങ്കിലും നമ്പൂരിക്കല്ല, ഇദ്ദേഹത്തിന്, അതെ നമ്പൂരിക്ക് സങ്കടം പറഞ്ഞറിയിക്കാനില്ല. ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ വേണ്ടിയില്ലായിരുന്നു, എൻ്റെ മടിശീല എൻ്റെ കൈമുണ്ടായ മതിയായിരുന്നാണ് വിചാരിച്ചത്. 2 കുട്ടികളെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കായിരുന്നല്ലോ. അപ്പോൾ നമ്പൂരിക്കുണ്ടായ സങ്കടം പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം അങ്ങനെ വിചാരിച്ചു 2-3 കുട്ടികളെ എങ്ങനെയെങ്കിലും കല്യാണമെങ്കിലും കഴിപ്പിച്ചു കൊടുക്കാതെ മതിയായിരുന്നു. മടിശീല കാണാതെ ആയതിനോടുകൂടി അദ്ദേഹത്തിന്റെ വിശപ്പും ദാഹവും ഒക്കെ പോയി. പാതി പ്രാണനും പോയി തന്നെ പറയണം. അദ്ദേഹം ഓടി അമ്പലത്തിൽ ചെന്ന് അവിടെ എല്ലാവരോടും വിവരം പറഞ്ഞു. അവരാരും കുളക്കടവിലേക്ക് ചെല്ലുക തന്നെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. നമ്മളാരും ഇന്ന് നട്ടുച്ചക്ക് നമ്മൾ പോയിട്ടില്ല എന്ന് എല്ലാരും പറഞ്ഞു. ഒടുക്കമത് എങ്ങനെയോ പോയത് തന്നെ. തന്റെ വിധി ഇങ്ങനെയാണെന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് നമ്പൂരി ഉണ്ണാൻ ചെന്നിരുന്നു. വ്യസനം കൊണ്ട് അദ്ദേഹത്തിന് ചോറ് ഇറങ്ങുന്നില്ല പാവത്തിന്. എങ്കിലും വിശപ്പും ദാഹവും കലശലായിട്ടുണ്ടായിരുന്നതിനാൽ കുറെ ചോറ് വാരി തിന്ന് കുറെ വെള്ളവും കുടിച്ച് ഒരുവിധം ഊണ് കഴിച്ചെന്ന് വരുത്തി എന്നേ പറയാനുള്ളൂ. സങ്കടവും ക്ഷീണവും നേരത്തെ നടക്കാൻ ശക്തനല്ല അദ്ദേഹം അമ്പലത്തിൽ തന്നെ മുണ്ടും വെച്ച് കിടന്നു. വെയിലൊട്ടാറിയപ്പോൾ ഞാൻ ഇങ്ങനെ വ്യസനിച്ച് ഇവിടെ കിടന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ലിഖിതമപിലാടേതോച്ചിതും സമർത്ഥ. തലയിലെടുത്ത് തലോടിയാ പോകില്ലല്ലോ ഒന്നും വിചാരിച്ചിട്ട് ഒരുവിധം സമാധാനപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്തു പാവം. പിന്നെയും കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ നമ്പൂരി യഥാപൂർവം ദേശസഞ്ചാരത്തിനായി ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു. വീണ്ടും ചില സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ചു ക്രമേണ അദ്ദേഹം കിള്ളിക്കുറിശി മംഗലത്ത് തന്നെ വന്നു ചേർന്നു. നോക്കണേ വിധിവിഹിതം. അത് ഒരു ദിവസം വൈകുന്നേരമായിരുന്നു. കുളി കഴിഞ്ഞ് അദ്ദേഹം അമ്പലത്തിൽ ചെന്ന് ശാന്തിക്കാരനെ കണ്ട് എനിക്ക് കൂടി കുറച്ച് അത്താഴം വേണമെന്ന് പറഞ്ഞു. ശാന്തിക്കാരൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ അറിയുകയും ചെയ്തു. മുമ്പുണ്ടായ കഥ ഓർക്കുകയും ചെയ്യുകയാൽ, ഓഹോ, അത്താഴം എവിടെയാവാം, എനിക്കും ഇവിടെ തന്നെയാണ് അത്താഴം, എനിക്കും ഇവിടെ തന്നെയാണ് അത്താഴെന്ന് ശാന്തിക്കാരൻ നമ്പൂതിരി പറഞ്ഞു. തിരുമേനി, ഇന്ന് മടിശീല കുളക്കടയിൽ വെച്ച് മറക്കുകയോ മറ്റോ ചെയ്തുവോ? എന്നാൽ ചോറ് അധികം വേണ്ടി വരികയില്ലല്ലോ, തമാശയായിട്ട് പറയുകയും ചെയ്തു. അതൊന്നും ഉത്തരമായി നമ്പൂരി, ഈ പ്രാവശ്യം അതിനൊന്നും തരമില്ല. ഞാൻ ഇല്ലത്തുനിന്ന് പുറപ്പെട്ട് ഇത്രത്തോളമായേ ഉള്ളൂ. അധികമൊന്നും സഞ്ചരിക്കാനൊന്നും സമ്പാദിക്കാനും ഇടയായില്ല. മടിശീല വെച്ച് മറക്കുകയും മറ്റും മടക്കത്തിലാവാമെന്നാണ് വിചാരിക്കുന്നത് എന്ന് അതുപോലത്തെ ഒരു തമാശ അങ്ങോട്ടും പറഞ്ഞു. അങ്ങനെ അത്താഴം കഴിഞ്ഞപ്പോൾ വന്നേരിക്കാരൻ നമ്പൂരി, ഇനി ഒന്ന് കിടക്കണമല്ലോ, വന്നയാള്, ഇനി അതെവിടെയാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അതിനൊക്കെ തരമാക്കാം, നമുക്കിവിടെ ഒരു കിടപ്പിന്റെ വട്ടമൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോകാൻ അവിടെ സ്ഥലം ധാരാളമുണ്ടെന്ന്
ശാന്തിക്കാരൻ നമ്പൂരി മറുപടി പറയുകയും അവർ രണ്ടുപേരും കൂടി പോയി. സന്തോഷായില്ലേ? എന്തൊന്ന് ഊണും കിട്ടി, കിടക്കാൻ ഒരു സ്ഥലവും കിട്ടിയോണ്ട് സന്തോഷായി. കിള്ളിക്കുറിശി മംഗലത്ത് ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ നമ്പൂതിരി തിരുവിതാംകൂറിൽ ഏറ്റുമാനൂർ താലൂക്കിൽ ചേർന്ന കിടങ്ങൂർ എന്ന സ്ഥലത്തുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന് അവിടെ കലക്കത്ത് എന്ന പ്രസിദ്ധമായ നമ്പ്യാർ മഠത്തിൽ സംബന്ധമുണ്ടായിരുന്നു. അങ്ങോട്ടാണ് അവർ പോയത്. അവിടെ ചെന്നപ്പോഴേക്കും ശാന്തിക്കാരൻ നമ്പൂതിരിയുടെ ഭാര്യ ഇവർക്ക് രണ്ടുപേർക്കും കാല് കഴുകുന്നതിനുള്ള വെള്ളം കൊണ്ട് ചെന്ന് കൊടുക്കുകയും ചെയ്തു. 4 കെട്ടിൽ ഒരു വിളക്ക് കൊണ്ടുവന്ന് വെച്ചൊരു പുല്ലുവായി വിരിച്ചു കൊടുക്കുകയും അതുപോലെ മുറുക്കാനുള്ള സാമാനങ്ങളെല്ലാം കൊണ്ടു ചെന്ന് തയ്യാറാക്കി വെക്കുകയും ചെയ്തു. നമ്പൂരിക്ക് മുറുക്ക് വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്പൂരിമാര് കാല് കഴുകി തോർത്തി പുല്ലുവായിൽ ചെന്നിരുന്ന് മുറുക്കി ഓരോ വെടികൾ പറഞ്ഞു തുടങ്ങി. തമാശ. അതൊക്കെ കേട്ട് രസിച്ചുകൊണ്ട് ശാന്തിക്കാരൻ നമ്പൂരിയുടെ ഭാര്യയും അടുക്കൽ ചെന്നുകൂടി. വന്നേരിക്കാരൻ നമ്പൂരത്തെ മോശക്കാരനല്ല, വൃത്തികെട്ട സ്വഭാവം എല്ലാം തോന്നിയിട്ടാണ് ഇദ്ദേഹത്തിന്റെ മേശാന്തി ഓരോ ഭാര്യ വന്നതെന്ന് വേണം അനുമാനിക്കാൻ. നമ്പൂരിയുടെ പ്രധാന പ്രസംഗ വിഷയം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകളും മറ്റുമായിരുന്നു. ശാന്തിക്കാരൻ നമ്പൂതിരി പറഞ്ഞത് ആ നമ്പ്യാർ മഠത്തിലെ സ്ഥിതിയെ പറ്റിയും മറ്റുമായിരുന്നു. ഇങ്ങനെ ഒരു വിഷയം. ആ നമ്പ്യാർ മഠത്തിൽ വളരെ കാലമായി സ്ത്രീകളല്ലാതെ പുരുഷന്മാരാരും ഇല്ലാതിരിക്കുകയായിരുന്നു. ഒരാൺകുട്ടി ഉണ്ടായാൽ കൊള്ളാമെന്ന് വിചാരിച്ച് അവർ വളരെ സൽക്കർമ്മങ്ങളൊക്കെ നടത്തി. എന്നാലും അതുമാത്രമല്ല, ഇപ്പോഴും ഓരോന്ന് നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നതെന്നും എന്നിട്ടും ഫലമൊന്നും കാണുന്നില്ലെന്നും മറ്റു ശാന്തിക്കാരൻ നമ്പൂരി പറഞ്ഞപ്പോൾ തനിക്കും പുരുഷ സന്താനമൊന്നും ഉണ്ടായിട്ടില്ല. 4-5 പെൺകിടാങ്ങളാണ് ഉണ്ടായത്. അവര് വേളി കഴിച്ചു കൊടുക്കാന്ന് വൃത്തിയില്ലാഞ്ഞിട്ടാണ് താനിങ്ങനെ കഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കുന്നെന്നും മറ്റും അദ്ദേഹം പറയുകയും ചെയ്തു. പറഞ്ഞാള് ആ കൂട്ടത്തിൽ താൻ കുളക്കടവിൽ മടിശീല വെച്ച് മറന്ന കഥയും കൂടെ അദ്ദേഹം പ്രസ്താവിച്ചു. മടിശീലയുടെ കാര്യം പറഞ്ഞപ്പോ ശാന്തിക്കാരൻ നമ്പൂരിയുടെ ഭാര്യ അതിനെപ്പറ്റി ചിലതെല്ലാം ചോദിച്ചു. അപ്പൊ എല്ലാം വിസ്തരിച്ച് പറയും ചെയ്തു ഇദ്ദേഹം. ഉടനെ രാത്രി അവിടെ നിന്ന് എണീറ്റ് പോയി അറ തുറന്നൊരു മടിശീല എടുത്ത് കൊണ്ടുവന്ന് ഇതായിരിക്കും അവിടുത്തെ മടിശീല എന്ന് ചോദിച്ചുകൊണ്ട് ഈ നമ്പൂതിരിയുടെ മുമ്പിൽ വെച്ചു. നമ്പൂതിരി അത് എടുത്തു നോക്കി. ഓ, ശ്രീരാമചന്ദ്രൻ സീതാദേവിയുടെ ആഭരണം എടുത്തു നോക്കിയിട്ട് കരഞ്ഞതുപോലെ. ഇത് തന്നെ ഞാൻ കെട്ടഴിച്ചിട്ട് കൂടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിശീല അഴിച്ച് പണം എണ്ണി നോക്കിയപ്പോൾ ശരിയായിരുന്നു. ആ സമയം നമ്പൂരിക്കുണ്ടായ സന്തോഷം എത്രമാത്രമാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇല്ല, ഇതെങ്ങനെ കിട്ടീന്ന് ചോദിച്ചു. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, മുമ്പൊരിക്കൽ ഒരു ദിവസം ഉച്ചക്ക് ഞാൻ ശുദ്ധം മാറിപ്പോവുക കുളിക്കാനായി കുളക്കടവിൽ ചെന്നു. അപ്പൊ അവിടെ കുറെ ചാണകം കിടക്കുന്നത് കണ്ടു. കുളി കഴിഞ്ഞു പോന്നപ്പോൾ അതുകൂടി കൊണ്ടുപോരാമെന്ന് വിചാരിച്ചു. വാരി എടുത്തപ്പോൾ അതിനടിയിലാണ് മടിശീല ഉണ്ടായിരുന്നത്. ഒരു പശു അവിടെ വന്നിട്ട് ചാണകം ഇട്ടിട്ട് പോയി. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ചാണകമൊക്കെ തുടച്ചു കളഞ്ഞു മടിശീല പെട്ടിയിൽ വെച്ച് സൂക്ഷിച്ചു. ആരെങ്കിലും ഉടമസ്ഥന്മാർ അന്വേഷിച്ചു വന്നാൽ കൊടുക്കണമെന്നും വിചാരിച്ചിരുന്നു ഞാൻ. ഇതുവരെ ഉടമസ്ഥനെ കണ്ടില്ല. ഇപ്പോൾ ഇത് ഇവിടത്തേതാണെന്ന് അറിയാനിടയായത് കൊണ്ട് വലിയ സന്തോഷമായി ഞങ്ങൾക്ക്. ഇതങ്ങ് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഏൽപ്പിച്ചു. അതുമാത്രമല്ല, അവര് പറയുന്നത് ഉടമസ്ഥനെ ഇത് ഏൽപ്പിക്കാൻ പറ്റാതെ കൊണ്ട് ഞാൻ എത്രമാത്രം സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞു. ഇത്രയും കേട്ടപ്പോൾ സംഗതിയൊക്കെ വെളിവായി. നമ്പൂരി കുളിച്ചു ജപിച്ചുകൊണ്ട് നിന്ന സമയം അവിടെ ഒരു പശു പുല്ല് തിന്നുകൊണ്ട് നിന്നിരുന്നു. ആ പശു ഈ മടിശീലയുടെ മുകളിൽ ചാണകമിട്ടു. നമ്പൂരി അത് കണ്ടതുമില്ല. ചാണകത്തിനിടയിൽ മടിശീല ഉണ്ടായിരിക്കുമെന്നോ പശു അതിന്റെ മീതെ ചാണകമിട്ടിരിക്കുമെന്നോ അദ്ദേഹം വിചാരിച്ചുമില്ല. അദ്ദേഹം നോക്കിയത് ചാണകം കിടന്നതിന്റെ അടുക്കലൊക്കെ ആയിരുന്നു. ഊണ് കഴിക്കാനുള്ള പരിഭ്രമം കൊണ്ട് മടിശീല വെച്ചത് എവിടെയായിരുന്നു എന്ന് അദ്ദേഹത്തിന് അത്ര നിശ്ചയം ഉണ്ടായിരുന്നതുമില്ല. ഈ ബ്രാഹ്മണന്മാർക്ക് വിശന്നാൽ വല്ലാത്തൊരു പരാക്രമമാണ്. ഈ സ്ത്രീ കുളിക്കാൻ ചെന്നതും ചാണകം വാരിക്കൊണ്ടുപോകുന്നതും നമ്പൂരി കുളി കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോയതിനു ശേഷമായിരുന്നു. അല്ലെങ്കിൽ അന്ന് തന്നെ കിട്ടുമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യം പറ്റിയതെന്ന് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഉടനെ ആ നമ്പൂരി ആ പണത്തിന്റെ പകുതി മാറ്റി വെച്ചിട്ട് ഇതെനിക്കിപ്പോൾ വെറുതെ തന്നതുപോലെയാണ് ഇരിക്കുന്നത്. അതിനാൽ എനിക്ക് പകുതി മതി, പകുതി നിനക്കും ഇരിക്കട്ടെ എന്ന് സ്ത്രീയോട് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ, ഞാൻ ഇതിലൊരു കാശ് പോലും വാങ്ങുകയില്ല. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചല്ല ഇത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. എടുത്തു തന്നതും അന്യന്റെ മുതൽ വല്ല സ്ഥലത്തും ഇരുന്നിട്ട് കിട്ടിയാല് അത് ഉടമസ്ഥനെ ഏൽപ്പിക്കുക എന്നാണ് മര്യാദക്കാരുടെ ധർമ്മം. അതിന് പ്രതിഫലം വാങ്ങുക കേവലം നീചത്വവുമാണ്.
എനിക്ക് വേണമെങ്കിൽ പകുതിയല്ല മുഴുവന് തന്നെ എടുക്കാമായിരുന്നില്ലേ? അതുകൊണ്ട് ഞാൻ അവിടുത്തെ സന്തോഷവും അനുഗ്രഹവും മാത്രമേ ഇതിനെ പ്രതിഫലമായി ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് സന്തുഷ്ട മാനസനായ ആ ബ്രാഹ്മണോത്തമൻ അവിടെ നിന്ന് എണീറ്റ് 2 കൈയും ഉയർത്തി ആ സ്ത്രീയുടെ ശിരസിൽ വെച്ചുകൊണ്ട് അനന്താശ്രുക്കളോടുകൂടി സഗദ്ഗതം, അടുത്തയാണ്ടിൽ ഈ കാലത്തിന് മുമ്പായി നിനക്ക് അതിയോഗ്യനായൊരു പുത്രൻ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. ഓരെ എത്ര പണം കിട്ടിയാൽ ഇതിന് കണക്കായിട്ടാവോ? അപ്രകാരം തന്നെ ആ സ്ത്രീ അജിരേണ ഗർഭം ധരിക്കുകയും അതികോമളാങ്കനായ ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. ആ പുത്രനാണ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരെന്ന് വിശ്വവിശ്രുതനായ സരസ്വകവി കുലാഗ്രേസരനായി തീർന്നത് എന്നുള്ളതിന് വിശേഷിച്ച് പറയണ്ടല്ലോ, പറയുകയും വേണ്ട. അതാണ് കുഞ്ചൻ നമ്പ്യാരുടെ കഥ. ഇനി നമുക്ക് വേറൊരു കഥയായിട്ട് കാണാം. ഇന്ന് ഈ ഭാഗം ഭഗവത്പാദത്തിൽ സമർപ്പിച്ചു.